ഇനി മേലൊരു ജനങ്ങൾക്കും അതുണ്ടാകരുത്. ഒന്ന്. രണ്ടാമത് ഒരു ഇൻഷുറൻസ് തുക ഉണ്ടെന്നും പറഞ്ഞ് 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൊണ്ടുപോയി തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഓൾ സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി സ്ട്രൈക്ട്ലി കംപ്ലീറ്റഡ് വിത്ത് എക്സസ് 0.25 ഓഫ് AOA ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലെയിം സബ്ജക്ട് ടു മിനിമം 6,250 LOL പെർ പേഴ്സൺ. ഡെത്ത് പെർ പേഴ്സൺ 1 lakh. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെത്ത് പെർ പേഴ്സൺ 1 lakh. ആള് മരണപ്പെട്ടാൽ മാത്രം 1 ലക്ഷം രൂപ കിട്ടും. 25 ലക്ഷം എന്നും പറഞ്ഞ് നമ്മളെ അതും കബളിപ്പിക്കുകയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി മണർകാട് പള്ളിയിൽ നടന്ന കാർണിവലിൽ അപകടം പറ്റിയ പുതുപ്പള്ളി സ്വദേശിയായ ടിനു ഫിലിപ്പിന് അപകടം പറ്റി. ആ വാർത്തയെല്ലാം ഞാൻ 1-2 പ്രാവശ്യം നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ആ കുടുംബത്തെ അതിൻ്റെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കാമെന്നും പറഞ്ഞാണ് പള്ളിയിൽ വെച്ച് ഇതിൻ്റെ പള്ളിയിലെ ട്രസ്റ്റി അധികാരികളെല്ലാം കൂടെ പള്ളി ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവർക്ക് വേണ്ട വാക്കാൽ ഇതിൻ്റെ മുഴുവൻ ചെലവും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാമെന്നും പറഞ്ഞാണ് ആ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. എന്നാൽ തികച്ചും അവരെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ് ഇപ്പം മണർകാട് പള്ളി അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ അപകടത്തിൽപ്പെട്ട ടിനുവിൻ്റെ ബന്ധുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഒന്ന് ചോദിച്ചറിയാം. ഞാൻ ഈ പേഷ്യന്റിന്റെ വിവരം അറിയാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് അന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരണ്ട, കുട്ടികൾ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അത് തന്നെയല്ല അമ്മയൊക്കെ ആണെങ്കിലും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം ആ കുടുംബത്തിന്റെ അവസ്ഥ മുഴുവൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ കേൾക്കാൻ പോവുകയാണ്. അപ്പോഴത്തേനും ഞാൻ നിങ്ങളോടെല്ലാം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും കയറാൻ പോകരുത്. കാരണം കണ്ടില്ല, ഇപ്പോൾ ഇതേ കയറി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്. ഒരു കുടുംബത്തിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് തുച്ഛമായ, ഇതൊക്കെ കോടികളുടെ ബിസിനസ്സുകളാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മുടെ അന്ന് ഈ അപകടം നടന്നത് മെയ് 4-ാം തീയതി. അന്ന് അവിടുന്ന് നേരെ ഏത് ഹോസ്പിറ്റലോട്ട് ആദ്യം കൊണ്ടുപോയത്? അതായത് മണർകാട് പള്ളി 8:02 ആയപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. 8:15 കൂടിയാണ് ആംബുലൻസോ മെഡിക്കൽ സൗകര്യങ്ങളോ ഒന്നും ഒരുക്കാതെയാണ് ഈ പരിപാടി നടത്തിയിരുന്നത്. അവിടുന്ന് മണർകാട് പള്ളിയുടെ ആംബുലൻസ് എവിടെ ഓട്ടം പോയിട്ട് വന്നിട്ടാണ് ഈ പേഷ്യന്റിനെ ആയിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജയന്റ് വീലിന്റെ ഒരു ഏജന്റാണോ ഒരാൾ, ഷാജി എന്ന് പറയുന്ന ആളും റാഫി അങ്ങനെയുള്ളവരും മണർകാട് പള്ളിയിൽ നിന്ന് 3 വണ്ടിക്ക് ആൾക്കാരും, അതായത് ചില കമ്മിറ്റി അംഗങ്ങളും 3 ട്രസ്റ്റിമാരും സെക്രട്ടറിയും ഉൾപ്പെടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ വരികയുണ്ടായി. ഞങ്ങള് നമ്മുടെ കൊച്ച് വീണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഇവര് വന്ന് ഞങ്ങളോട് പറഞ്ഞത് ട്രീറ്റ്മെന്റ് സംബന്ധമായി യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകരുത്, അതിന്റെ എത്ര രൂപ സാമ്പത്തികമായാലും ഞങ്ങൾ മുടക്കിക്കൊള്ളാം, ഞങ്ങൾ മണർകാടിലെ ട്രസ്റ്റിമാരും കമ്മിറ്റി അംഗങ്ങളുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞു. അന്നേരം നമ്മൾ അവരോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞാൽ പോരാ, അത് PROയോട് കയറി പറയണമെന്ന് പറഞ്ഞു. PRO അരുൺ സാറിൻ്റെ അടുക്കൽ ഞങ്ങൾ മണർകാട് പള്ളിയിലെ ട്രസ്റ്റിമാരാണ് എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു എന്ത് ട്രീറ്റ്മെന്റ്, യാതൊരു ട്രീറ്റ്മെന്റിനും യാതൊരു കുഴപ്പവും. പേര് അറിയാം. അതിനകത്ത് എനിക്ക് 2 പേരെ അറിയാം, ഒന്ന് ബെന്നിയും ഒന്ന് സുരേഷും. അവരും ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്ക് അന്നേരം പേര് ചോദിച്ച് പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ലെങ്കിലും ഇവർ 2 പേരുമാണ് നമുക്ക് ഫോൺ നമ്പർ തന്നിരുന്നത്. ഞങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും അത് ഈ അരുൺ സാറിന്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞ്, അതായത് ഒരു മണർകാട് പള്ളി ഇത്രയും മാതാവിന്റെ പേര് കേട്ട് പ്രശസ്തമായ നാനാജാത മതസ്ഥര് വന്ന് പോകുന്ന ഒരു പള്ളിയുടെ ട്രസ്റ്റിമാർ വന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ അധികാരികളും അത് വിശ്വസിച്ചു. 3-4 ദിവസത്തേക്ക് ആദ്യത്തെ ഒരു ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായപ്പോഴത്തേക്ക് അത് പേഷ്യൻ്റ് അന്ന് തൊട്ട് അബോധാവസ്ഥയിലാണ്. 39 വയസ്സുള്ള ടിനു ഫിലിപ്പ് എന്ന് പറയുന്ന തോട്ടക്കാട് PH സെന്ററിൽ നേഴ്സാണ്. 20 വർഷവും കൂടി ഇനി സർവീസുണ്ട്. അബോധാവസ്ഥയിൽ 21 ദിവസം കാരിത്താസ് ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. ആ സമയത്ത് ഏകദേശം 4,50,000 രൂപ അവര് വന്ന് ആരടച്ചെന്നറിയത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഞാൻ വിളിച്ച സമയത്തെല്ലാം വെന്റിലേറ്ററിലായിരുന്നു. അന്നേരം തൊട്ട് വെന്റിലേറ്ററിലായിരുന്നു. അതായത് 21 ദിവസവും വെന്റിലേറ്ററിലായിരുന്നു പേഷ്യന്റ്, അബോധാവസ്ഥയിലായിരുന്നു. അന്നേരത്തേക്ക് ആദ്യത്തെ ഫസ്റ്റ് ടൈം ഇന്റേണൽ ബ്ലീഡിങ് വയറ്റിലുണ്ടായപ്പോഴത്തേക്കും ഞാൻ ട്രസ്റ്റിയെയും സുരേഷിനെയും വിളിച്ച് പറഞ്ഞു ഇതുപോലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് 1.5 ലക്ഷം രൂപ ആകും എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ICUവിന്റെ വാതുക്കൽ ലിറ്റു അച്ഛൻ, തണ്ടാശ്ശേരിയിലെ അച്ഛനും 2 പേരും കൂടെ അവിടെ വന്നിട്ട്
ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു 50,000 രൂപ ഞങ്ങളുടെ മുമ്പിൽ നീട്ടി. ഞങ്ങളത് വാങ്ങിച്ചില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ വേണം. ഉടനെ അവർ പറഞ്ഞു, അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഓടി നടക്കരുത്, യാതൊരു കുറവും ഉണ്ടാകരുതെന്നും പറഞ്ഞ് 50,000 രൂപ ഈ അച്ഛൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളെ തരുന്നത്. ബാക്കിയുള്ള പൈസയുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടോ ഒന്നും നിങ്ങൾ അറിയണ്ട, ഞങ്ങൾ കംപ്ലീറ്റ് പൈസയും കൊടുത്തുകൊണ്ട് പോയി. അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇവരെ വിളിച്ചിട്ട് ഒരാവശ്യങ്ങൾക്കും ഇവർ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതുപോലൊക്കെ 21-ാം തീയതി ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് 9 ലക്ഷത്തി സംതിങ് രൂപ നമുക്ക് അവിടെ അടയ്ക്കാനുള്ളതിൽ 4,50,000 രൂപ പോയിട്ട് 5,06,330 രൂപ അടയ്ക്കാത്തത് കൊണ്ട് ഞങ്ങളെ അവിടുന്ന് വിട്ടില്ല. ഇന്നലെ പല തവണ ഹോസ്പിറ്റൽ അധികാരികളും ഡയറക്ടറും ഒക്കെ മാറി മാറി വിളിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് 4 ദിവസം, അതായത് 24-ാം തീയതി ഞായറാഴ്ച ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തു. അതിനു മുമ്പ് ഞാൻ ഈ സുരേഷ് എന്ന് പറഞ്ഞ ട്രസ്റ്റിയെ വിളിച്ചിട്ട്, ബെന്നി എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, സുരേഷ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം അവർ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 5,06,330 രൂപ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ല, ഇത് നിങ്ങൾ തരികയില്ലായിരുന്നു എന്നുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തേനെ. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്നിട്ട് അത് നമ്മൾ പല വാക്യങ്ങൾ കേട്ടിട്ടുണ്ട്, പഴഞ്ചൊല്ലുകൾ. അതായത് കാലൊടിച്ചവനെ വണ്ടി കയറ്റി കൊല്ലുക എന്ന് പറഞ്ഞ ഒരു രീതിയായിരുന്നു. പേഷ്യൻ്റെ അപകടത്തിൽപ്പെട്ട സമയത്ത് നമുക്കെല്ലാ വാഗ്ദാനങ്ങളും ചെയ്ത് നമ്മളെ ശരിക്കും മണർകാട് പള്ളി ട്രസ്റ്റിമാർ ചതിക്കുകയായിരുന്നു. അത് മണർകാട് പള്ളിയിലെ വിശ്വാസികൾ അത് മനസ്സിലാക്കണം. ഈ ഒരു കാര്യം അവർ ഒരു വർഷം ഇരുന്ന് അവരങ്ങ് പോകും. എന്നാലും ഈ ചീത്തപ്പേര് മണർകാട്, ഞങ്ങളും വിശ്വസിക്കുന്ന ഒരു പള്ളിയാണ് മണർകാട് പള്ളി. അങ്ങനത്തെ ഒരു ചീത്തപ്പേര് അവിടുത്തെ ഇടവകങ്ങൾക്കുണ്ടാകും. അത് ഇനി മേലൊരു ജനങ്ങൾക്കും അത് ഉണ്ടാകരുത്. ഒന്ന്. രണ്ടാമത്, ഒരു ഇൻഷുറൻസ് തുക ഉണ്ടെന്നും പറഞ്ഞ് 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസിന്റെ എമൗണ്ട് കൊണ്ടുപോയി തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഓൾ സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി സ്ട്രൈക്ട്ലി കമ്പീറ്റഡ് വിത്ത് എക്സസ് 0.25 ഓഫ് AOA ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലെയിം സബ്ജക്ട് ടു മിനിമം 6,250 LOL per person. Death per person 1 lakh. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെത്ത് പെർ പേഴ്സൺ 1 lakh. ആള് മരണപ്പെട്ട മാത്രം 1 ലക്ഷം രൂപ, മരണപ്പെട്ടാൽ മാത്രം 1 ലക്ഷം രൂപ കിട്ടും. 25 ലക്ഷം എന്നും പറഞ്ഞ് നമ്മളെ അതും കബളിപ്പിക്കുകയായിരുന്നു. മണർകാട് പള്ളിയും ജയന്റ് വീലിന്റെ ആൾക്കാരും നമ്മളെ അതും കളിപ്പിക്കുക. ഞാൻ ഇത് എന്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് കോട്ടയത്തെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെയാണ് ഈ ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് നേരത്തെ ചെയ്തിരുന്ന മാനേർക്ക് ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഫ്രണ്ട് പേജ് അല്ല, അതിന്റെ പുറകിൽ ഒരു ഇതുണ്ട്, ഫോമുണ്ട്, അതുകൂടെ അയച്ചു. സാധാരണക്കാരും നോക്കാറില്ല. അതിന്റെ പുറകില് എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഇപ്പൊ വായിച്ചത്. ഡെത്ത് പെർ പേഴ്സൺ 1 lakh. TPP, അതായത് ടെമ്പററി ഇത് കിട്ടുന്ന 50,000. TPPO 50,000 രൂപ. നിങ്ങൾക്ക് ഇതിൽ ആകെ 50,000 രൂപയെ നിങ്ങൾക്ക് ക്ലെയിം കിട്ടും. അതും നമ്മളെ ചതിച്ചു. ഇനിയും മേലിൽ ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത്. ഇത് നമുക്ക് പറ്റിയതല്ല. മറ്റുള്ള ആരും ജെയിന്റ് കയറുന്നവരാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാ കയറാവുള്ളൂ. കാരണം ഇതിനിപ്പോ ഒരു അപകടം എത്ര 6,500 രൂപ എടുത്തിരിക്കുന്ന ഒരു 10 ദിവസത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് ആണ്. 29/4/2025 തൊട്ട് 11/5/2025. ഈ 11-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി കയറിയിട്ടുണ്ടെങ്കിൽ ഡെത്തുകാരന് പോലും ഒന്നും കിട്ടത്തില്ല. അതെ, ഇത് പിന്നെ എന്താ അറിഞ്ഞോണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ അടുക്ക വന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്ന ഇവര് പേപ്പറുകൾ, അതായത് മണർകാട് പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു വോട്ട് ബാങ്കാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവര് നമ്മളെ ചതിക്കാൻ മുൻകൈ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇതിനകത്തിപ്പം രാഷ്ട്രീയോ സമുദായമോ മതമോ ഒന്നും നോക്കാം. ഒരു സാമൂഹിക ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതി ചിന്തിക്കാവുന്ന രീതിയിലൊരു സഹായമല്ല അവർ ചെയ്യേണ്ടത്. അത്രയുള്ളൂ ചെയ്യേണ്ടത്. ഇത് പക്ഷേ നമ്മൾ ഒരു ആക്സിഡന്റ് ആയി ഒരു കൊച്ചിനെ കിട്ടുമോ ഇല്ലയോ. ഇപ്പം ഈ 21 കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മളിപ്പം വൈറ്റില ഹോസ്പിറ്റലാണ്, ട്രീറ്റ്മെന്റിലാണ്. ഇപ്പം വൈറ്റില ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. അത് നമുക്ക് ഡെയിലി 10,000 രൂപ എങ്കിലും ഡെയിലി ആകുന്നുണ്ട്. നമുക്ക് ഇത്രയൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് നമ്മൾക്ക് പോകാൻ നമുക്ക് നിവൃത്തിയില്ല. എന്നാലും പേഷ്യന്റ് ഒരു ഗവൺമെന്റ് ജോലിക്കാരിയാണ്. 2 കുഞ്ഞുങ്ങൾ, അതായത് 9 വയസ്സും 6 വയസ്സുമുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ മാതാവാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആള് അൺകോൺഷ്യസിൽ നിന്ന് മാറിയത് കോൺഷ്യസ് ആയി. അതായത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞും നടക്കാൻ പറ്റുന്നില്ല,
മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതായത് 6 or 7 സർജറി കഴിഞ്ഞു ഇപ്പം തന്നെ അല്ലേ? ഇപ്പം തന്നെ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലെ ബില്ല് ഏറെക്കുറെ എത്ര രൂപ വന്നിട്ടുണ്ട്? എവിടുത്തെ? ഈ മറ്റേ കാരിത്താസ് ഹോസ്പിറ്റലിൽ. കാരിത്താസ് ഹോസ്പിറ്റലിലെ എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 9,56,300 രൂപ. അതില് 4,50,000 രൂപ അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടയ്ക്കാനുള്ളത് 5,06,300 രൂപ. അതാണ് ഇൻഷുറൻസ് എമൗണ്ട്. ആ 4 ദിവസം ഡിസ്ചാർജ് വൈകിയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ട്രസ്റ്റി സുരേഷിനെ വിളിച്ചിട്ട് ഞാൻ കാല് പിടിച്ച് അതിന്റെ ഓഡിയോ റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാം. ഓഡിയോ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ആ ഇൻഷുറൻസ് ഹോസ്പിറ്റലിലെ ബില്ല് അടക്കി നിങ്ങൾ അതെങ്കിലും നിങ്ങൾ ചെയ്തു. ആ 5,06,330 രൂപയെങ്കിലും നിങ്ങൾ അടക്കി. ഞങ്ങളെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി, അതായത് ഓരോ ദിവസം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിനെ നോക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, പ്രോട്ടീൻ മാത്രം വന്നു പോകും എന്നല്ല, അല്ലാതെ വേറെ ഒന്നും. അന്നേരം ഈ മസിൽ പവറുകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കാല് കെഞ്ചി ഈ സുരേഷ് എന്ന് പറഞ്ഞത് ബെന്നി എന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു, അതായത് 5 ലക്ഷത്തി നിങ്ങൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും 5,06,000 രൂപ ഹോസ്പിറ്റലിൽ അടപ്പിച്ച് ഞങ്ങളൊരു എഗ്രിമെന്റ് തരാം. ഈ ഇൻഷുറൻസ് എമൗണ്ട് എന്ന് കിട്ടുമോ അന്ന് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യപ്പറ്റി ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ആശുപത്രിയിൽ ഞങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ആശുപത്രിയുടെ ഇത് ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത് എഴുതി ഇൻഷുറൻസ് തുക കിട്ടുന്ന മുറയ്ക്ക് 3 മാസത്തിനകം ഞങ്ങൾ ഈ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം. അവിടെ നിന്നൊന്നും ചെയ്യാനില്ല, അവരുടെ വീട്ടിൽ നിന്നൊന്നും ചെയ്യാനില്ല. അവരൊരു കടം വെച്ച് KSF കടം എടുത്ത് ഒരു പെര പണിതിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് ഡെയിലി മാസം അടയ്ക്കാൻ. ഇനി അത് നിവൃത്തിയല്ലാതെ ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ പൈസ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പൊ ഈ പോലീസ് സംബന്ധമായ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വന്നിരിക്കുന്നത്? പോലീസ് സംബന്ധമായ കേസ് വന്നിരിക്കുന്നത് അവിടുത്തെ അത് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത ആളുടെ ഇതിലേക്ക് ഒരു ക്രിമിനൽ കേസ് പോലെ മാത്രം ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി അവരുടെ ഇതിലേക്ക് ഞാൻ കെട്ടിവെച്ച ഈ കേസും ഇതും ഇതിന്റെ അപകടാവസ്ഥയുടെ കാര്യങ്ങൾ മുഴുവൻ അവരുടെ തലയിലോട്ട്. അതായത് ഇവർ ഇത്രയും വലിയ പരിപാടിയും വാങ്ങിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ അപകടം നടന്നപ്പം അവര് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പറേറ്ററുടെ തലയിൽ മാത്രം അത് ഒതുക്കി ഇവര് തല ഊരിയിരിക്കുകയാണ്. അതെ, പള്ളിക്ക് യാതൊരു ഉത്തരവാദിത്വം. പള്ളിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ഈ ലിറ്റോച്ചനോടും പറഞ്ഞു, അച്ഛാ അവിടുത്തെ ഒരു ഇടവക്കാരനാണ്, നിങ്ങൾ ചെയ്യത്തില്ലെന്ന് ചോദിച്ചപ്പം മറുപടി പറയുന്നത് അതെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ തന്നെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ ഒരു മനസ്സുതി തന്നെ അതൊന്നും മനസ്സിലാക്കുക. ഇനിയും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് പറ്റിയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇതുപോലൊക്കെയുള്ള ഈ ജയന്റ് വീലുകളിൽ നിങ്ങൾ കയറാതിരിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് ഗവൺമെന്റ് നിരോധിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഇതുകണ്ടില്ല, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്നവരോ ഇത് ചെയ്യിക്കുന്ന കമ്മിറ്റികളോ ഒന്നും അറിയുന്ന 1,00,000 രൂപ ഡെത്ത് കിട്ടുന്ന ഒരു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 10,60,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരു നേഴ്സാണ്. അതെ അതെ, മരിച്ചു പോയാൽ കിട്ടുന്നത് 1,00,000 രൂപയാണ്. ഇപ്പൊ അപകടം പറ്റി കഴിഞ്ഞത് കൊണ്ട് കൊടുത്തിരിക്കുന്ന എമൗണ്ട് കണ്ടില്ലേ? അതും ഈ ഇൻഷുറൻസിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ കിട്ടത്തൂല്ല. അത് ജനങ്ങൾ അറിയുന്നില്ല. 2 ദിവസം 3 ദിവസം ഈ ഇൻഷുറൻസിന്റെ ഡേറ്റ് കഴിഞ്ഞ് ഇവര് നടത്താറുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന 4-ാം തീയതിയാണ്. അതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്ന് പറയുന്നു. ഇതിനെ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. മാക്സിമം പ്രതികരിക്കാവുന്നവർ മാക്സിമം ചാനലുകളിലേക്ക് ഇതിട്ട് അത് പ്രതികരിച്ച് ഇനിയും ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ഒരു അപകടമുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. 6 വയസ്സ് 9 വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ മാതാവാണ് ഈ കിടക്കുന്നത്. ഇപ്പോഴും ആ കുടുംബത്തിന് ബാധ്യത. അതിന്റെ അമ്മ കണ്ടിട്ട് തന്നെ 50 ദിവസത്തോളം അതിനെ കാണാനൊരു സാഹചര്യം അല്ല അത്. അതുപോലെ ആള് കിടക്കുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന എണ്ണീച്ച് നടക്കാൻ തുടങ്ങിയിട്ടില്ല. മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും ഇതുണ്ടായിരിക്കുന്ന നിങ്ങളുടെ എല്ലാ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സമീപനം കൂടെ വരുമ്പോൾ നമ്മളെ കൂടുതൽ ഇതുവരെ എങ്ങനെ ഉണ്ടെന്ന് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ലിറ്റുവച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ വന്നിട്ട് അന്ന് ICU കിടക്കുന്ന അവിടെ അച്ഛന്മാർ പലരും വന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയോ. അച്ഛൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയോ, എനിക്ക് പേഷ്യന്റിനെ ഒന്ന് കാണണമെന്ന്. ഇല്ല, ഒരു 10 മിനിറ്റ് നിരുന്നെങ്കിൽ ആ പേഷ്യന്റിനെ കൊണ്ട് പുറത്തേക്ക് ഓപ്പറേഷൻ അതിന്റെ സാന്നിധ്യം പോലും അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവര് പിന്നെ ആരും വന്നിട്ടുമില്ല, വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഇത് വിളിക്കുന്ന അല്ലാതെ ഇപ്പൊ ആള് വരുമെന്നും പറഞ്ഞാണ് 24-ാം തീയതി ഉച്ച വരെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ
ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഞങ്ങളെ വിട്ടു തരണമെന്ന് അവിടുത്തെ സിഐയുടെ മനസാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എഴുതി കൊടുത്ത് അവരോട് പറഞ്ഞു ആ പേഷ്യന്റിനെ ഇവിടെ പോലീസ് ഇടപെട്ടാണ് നമ്മളെ എന്നാലും നമ്മൾ പൈസ ഈ 5,06,000 രൂപ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നിവർത്തിയില്ല. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 11 രൂപ അടുത്ത് ഡെയിലി നമുക്ക് പേഷ്യന്റിനാകുന്നുണ്ട്. റൂം റെന്റ്, കെയർ ടേക്കറെ, എല്ലാ കാര്യം, അതായത് ഫിസിയോതെറാപ്പി, ഇതെല്ലാം, അതായത് ഫുഡ് കഴിക്കുന്നത്, പിന്നെ ട്രക്കോസ്മി ട്യൂബ് ഇതുവരെ ഊരിയിട്ടില്ല, ഓക്സിജന്റെ ഇത് സപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല പേഷ്യൻസിന്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത ഇപ്പം പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊണ്ട് പൈസ 50,000 കൊടുത്തെന്നൊക്കെ അങ്ങനെ പള്ളി ഇടവകങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പറയുന്നത്, അതായത് 50,000 രൂപ ഞങ്ങൾ കൊടുത്തു, 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസും അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, ഈ പേപ്പറും കൊടുത്തിട്ടുണ്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ട്. 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസിന്റെ കാര്യമാണ് ഈ തട്ടിപ്പ് പേപ്പർ. ഇത് കണ്ടോ, നിങ്ങൾ സൂം ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെത്ത് പെർ പേഴ്സൺ 1 lakh ഇതാണ് കിട്ടുന്നത്. മരിച്ചു പോയാൽ 1 ലക്ഷം രൂപയാണ്. അതിനാണ് 25 ലക്ഷം രൂപ എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പള്ളിയിലെ അംഗങ്ങളാണേലും ഓർക്കുന്നത് തന്നെ 25 ലക്ഷം രൂപയുടെ അംഗങ്ങളാണേലും ഓർക്കുന്നത് ഇത് ഇവരേതാണ്ട് ഭയങ്കരമായിട്ട് ചെയ്തു. അവിടുത്തെ ഇടവ ജനങ്ങൾ ഇത് അറിയുന്നില്ല. ഈ ട്രസ്റ്റിമാരും കുറച്ചു പേരും കൂടി കളിക്കുന്ന ഒരു കളിയാണ് ഇതിനകത്ത്. അത് പൊതുജനങ്ങൾ ഇടവ ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ട് അതിന് ഇങ്ങനെ ഒരു ഇത് അത് ഒരു കുഴപ്പമില്ലായിരുന്നു. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്തോളാമെന്നും പറഞ്ഞ് കാശില്ലാത്ത ഞങ്ങളെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ മണർകാട് മെഡിക്കൽ കോളേജ് ബാലേന്ദ്ര സാറുണ്ട്, ജയകുമാർ സാറുണ്ട്, നമുക്കറിയായിരുന്നു. പക്ഷേ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളെല്ലാം ഒന്നും അറിയണ്ടെന്നും പറഞ്ഞ് ഇവർ ഞങ്ങൾ അവിടുത്തെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ PRO ഡയറക്ടറോട് ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. മണർകാട് പള്ളിക്കാർ ട്രസ്റ്റിമാർ, ഞങ്ങൾ മണർകാട് പള്ളിയുടെ ട്രസ്റ്റിമാരെന്നും പറഞ്ഞാണ് അവർ പരിചയപ്പെടുത്തിയത്. അവിടുത്തെ CCTVയിൽ, PROയുടെ CCTVയിൽ റെക്കോർഡിംഗ് ഉൾപ്പെടെ അതുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്നിട്ടും നമ്മളെ 4 ദിവസം നമ്മളെ അവിടെ ഇട്ട് അവർ മെനക്കെടുത്തി ഡിസ്ചാർജ് തരാതെ. അന്നേരം അതിൻ്റെ ഒരു നാണക്കേടുകൂടെ ചിന്തിച്ചു നോക്കിയാൽ ഞങ്ങൾ ഇനി ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു ട്രീറ്റ്മെന്റിന് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? ഇനി ഡിസ്ചാർജ് ചെയ്ത് 4 ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി ഞങ്ങൾക്ക് അതിന് പറയുന്നത് 24th ചെല്ലണ്ടേ, റിവ്യൂവിന് ചെല്ലണ്ട, ഞങ്ങളെ അവരെടുക്കുമോ? അവരെടുക്കത്തില്ല. പേഷ്യന്റിന് പൈസ, അവിടുത്തെ പൈസ അടയ്ക്കാത്തതുകൊണ്ട് റിവ്യൂവിന് പോലും അവർ ഞങ്ങളെ എടുക്കത്തില്ല. അതൊക്കെ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ ഞങ്ങളെ ട്രാപ്പിൽപ്പെടുത്തി ഞങ്ങളെ നാണം കെടുത്താവുന്ന മാക്സിമം. ഇനി ആ ഹോസ്പിറ്റലിലെ ജോലിക്കാർ പോലും അറിയാതെ ഇല്ല, ഇത് എല്ലാവർക്കും അറിയാം ഇത്. അതുകൊണ്ട് അതിനായ ഇത് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായത്. നമുക്കിനി ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പള്ളിയിലെ ട്രസ്റ്റിയെ ഫോണിൽ വിളിച്ച് ആ സംഭാഷണം കൂടെ ഒന്ന് കേൾക്കാം. പറഞ്ഞു സാറേ. സാറേ, ഞാൻ വിളിച്ചത് നാളത്തേക്ക് ഡിസ്ചാർജ് ആണ്. ഷാജി ഇൻഷുറൻസിന്റെ കമ്പനിയിൽ എങ്ങാണ്ട് നിൽക്കുകയെന്ന് പറയുന്നത്. ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം പിടിക്കും? സാറിന് വണ്ടിയൊക്കെ ഉള്ളതല്ലേ? ഇൻഷുറൻസിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ഞങ്ങൾ അത്രയും ദിവസം ഇവിടെ കടക്കണമെന്നാണോ പറയുന്നത്? സാറേ, നമ്മളെ ഷാജി വന്ന് ആദ്യം ചോദിച്ചപ്പോ അന്ന് നമ്മൾ കൊടുത്തില്ലെന്ന് തോന്നുന്നല്ലേ പുള്ളിക്കാരുടെ ഡീറ്റെയിൽസ്? എന്നെ സാറ് അവൻ ചുമ്മാ പറഞ്ഞു. എന്നെ ശനിയാഴ്ച വിളിച്ചിട്ട് ആധാർ കാർഡ് കൊടുക്കാൻ പറഞ്ഞു, ഇൻഷുറൻസിന്റെ ആണ്. ഞാൻ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി 20 വർഷം കൂടെ വർക്ക് ഇത് കിടക്കുന്ന ഒരാളെ ആധാർ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു വക്കീലിനോട് ആലോചിക്കാൻ ചുമ്മാ കൊണ്ട് കൊടുക്കാൻ, തലവെച്ച് കൊടുക്കാൻ പറ്റുമോ? സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ അല്ല, നിക്ക് ഞാൻ സുരേഷ് സാറേ, ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയട്ടെ. അതായത് ശനിയാഴ്ച വിളിച്ചു, തിങ്കളാഴ്ച ഞാൻ പുള്ളിക്ക് ഇട്ടുകൊടുത്തു. ആശുപത്രിയിലാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഞാൻ ആ സമയത്തിനുള്ളിൽ വക്കീലിനോട് ചോദിച്ചപ്പോൾ കൊടുത്തേക്കാൻ പറഞ്ഞു. അന്നേരം തിങ്കളാഴ്ച ഇട്ട് കൊടുത്തതാ. ചെക്കിന്റെ ഡീറ്റെയിലും, അതായത് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ട് തരാം സാറിന്, എടുത്ത ഡേറ്റ് പുള്ളിക്ക് ഇട്ട് കൊടുത്തത്. ഈ ഒരു ഞായറാഴ്ച ഞാൻ കൊടുക്കാൻ, ഞായറാഴ്ച ഇൻഷുറൻസ് ഓഫീസ് ഉണ്ടോ? ശനിയാഴ്ച വൈകിട്ട് ഇൻഷുറൻസ് ഓഫീസ് ഉണ്ടോ? ലേറ്റ് ആയി പോയെന്ന് പറയാൻ ചുമ്മാ പറയുന്ന പുള്ളി. അതാരോടെ സാറേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാറും ഒക്കെ അന്ന് വന്ന് PROയോട് പറഞ്ഞു, ഷാജിയല്ല, ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കും, ഞങ്ങൾ മണർകാട് പള്ളിയിലെ ട്രസ്റ്റിമാരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളും ഇതിനകത്ത് കൈയൊഴിയരുത്. ഇത്രയൊരു അപകടം ഉണ്ടായിട്ട് ഞങ്ങളെ ചതിക്കരുത് സാറേ. നമ്മൾ ഈ പറഞ്ഞ ഷാജിയെ നമ്മൾ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നു. അല്ല സാറേ, ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി അത് പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഇന്ന് വരെയുള്ള ബില്ലിന്റെ എമൗണ്ട്
ഒന്നീ പള്ളിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഇൻഷുറൻസിന്റെ പേയ്മെന്റ് എന്ന് കിട്ടുന്നോ അന്ന് ഞങ്ങളങ്ങ് തിരിച്ചു തരാം, ഞങ്ങളുടെ പേരിലാണ് കിട്ടുന്നെങ്കിൽ. അതിപ്പോ ട്രസ്റ്റ് എന്ന രീതിയിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. അല്ല, ഞാൻ പറഞ്ഞു അതെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ ചെയ്തതാ. അതെങ്കിലും ഷാജിയുടെ ഈ പൈസ ഇല്ല, ഞങ്ങൾ ഇനി ഇൻഷുറൻസ് കിട്ടുന്നിടം വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെന്നേ, അത് സാർ ഇങ്ങനെ പറയാതെ നമുക്ക്. അത് സാറിന്റെ ഒരു മകളെ പോലെ ചിന്തിച്ചു നോക്ക്. സാറിന്റെ ഒരു മകളെ പോലെ ചിന്തിച്ചു നോക്ക്. ഈ 39 വയസ്സായ കൊച്ച് ഇത്ര 21 ദിവസമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കൊച്ച്, ഞങ്ങൾക്ക് ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർത്താ. അന്നേരം ഈ ഒരു ഉപകാരമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അന്ന് വന്നപ്പോൾ ഞാൻ സാറിന് റിക്വസ്റ്റ് ചെയ്ത സാറിന് അന്നോ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുത്തായിരുന്നോ? എന്തോ അന്ന് സാറോട് വന്നായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരു ആപ്ലിക്കേഷൻ സാറിനോട് വെക്കാൻ പറഞ്ഞായിരുന്നു. സാറേ, ഞങ്ങൾ ആശുപത്രിയിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ആശുപത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഞങ്ങൾ 2 പേര് വേണം. ഇപ്പം പേഷ്യന്റ് ഇങ്ങോട്ട് വാർഡിലോട്ട് മാറ്റി കടത്തണമെങ്കിൽ ഞങ്ങൾ 2 പേര് ഉണ്ണാൻ പോലും പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഊണുണ്ണുന്നത്. സാർ ഇവിടെ വന്ന ഒരു 3 പേരുണ്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന്. ഞങ്ങൾ വേണ്ട അപേക്ഷ എഴുതി കൊണ്ടുപോയി തരാനായിട്ട്. ഞാനിപ്പം നമുക്കത് നമുക്കിപ്പോ എനിക്കോ മറ്റുള്ള കസ്റ്റമർക്കോ പൈസ എടുത്തു തരാനുള്ള പ്രൊവിഷൻ ഇല്ല. സാറേ, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ സാറേ അന്ന് PRO എടുക്കാൻ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞിട്ടാൽ മതി. എന്തുകൊണ്ട് പിന്നെ PRO എടുക്കാൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാമെന്ന് പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെയും കൂടെ നിർത്തിയ സാറേ പറഞ്ഞു. അന്ന് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ നിർത്തിയ ഈ പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ സാറേ എന്തിനാ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊക്കോണ്ടേനെ? ഞങ്ങൾ എന്തിനാ ഒരു കൊച്ചിനെ കൊല്ലാക്കൊല ചെയ്ത് അതിനകത്ത് വീണിട്ട് പിന്നെയും കൂടെ ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലാതെ എന്തുവാ സാറേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞാൽ അപ്പൊ പറയേണ്ട സന്ദർഭത്തിൽ നമ്മൾ ചെയ്തോളുള്ള ഓപ്ഷൻ കണ്ടോ നമ്മൾ മനസ്സിൽ കണ്ടോ പറഞ്ഞത്. അതിനുള്ള കാര്യമാണ് ഞാൻ സാർ ഒരു അപേക്ഷത നമുക്ക് പരിഗണിക്കാം. അല്ല, ഞാനത് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ടുള്ള സമയമില്ല. ഒന്നത് ഞാൻ സാറിന് ഇത്ര ഒരു ഉപകാരം ചെയ്യാം. ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും വിളിക്കത്തുമില്ല. ഇനി ഞങ്ങൾ വിളിക്കത്തുമില്ല. ഒന്നുമില്ല. ഇത്ര ഒരു ഉപകാരം ചെയ്യാം. ഇല്ലല്ല സാറേ, ഇനിയും ഞങ്ങൾ തെണ്ടത്തില്ല. ഇനി ഞങ്ങൾ തെണ്ടത്തില്ല. ഞങ്ങളുടെ എന്നാ വിറ്റിട്ടാണെന്ന് പറഞ്ഞാലും അവളെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഈ ലാസ്റ്റ് ഞാനൊരു ഓപ്ഷൻ ചോദിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം ഈ എമൗണ്ട് നിങ്ങൾക്ക് അടച്ചിട്ട് ഇൻഷുറൻസ് കിട്ടുന്ന ഈ എമൗണ്ട് എന്നാണോ അന്ന് ഞങ്ങളത് തിരിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇനി 10-15 ദിവസം കൂടി ഇവിടെ ഇരുത്തി ഞങ്ങളെ വലിപ്പിക്കരുത്. ആ പ്രാക്കൂടെ ആരും വാങ്ങിക്കരുത്. അത്ര വേദനയോടുകൂടിയാ സാറേ പറയുന്നത്. അത്ര വേദനയോടുകൂടിയാ പറയുന്നത്. ഒരുത്തൻ കാലൊടിഞ്ഞവനെ വണ്ടി കയറ്റി കൊല്ലുകയും കൂടെ ചെയ്യുന്ന പോലാണ് നിങ്ങൾ ചെയ്തത്. അതാണ് ചെയ്തത്. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തു. നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ആരെങ്കിലും ഇവിടെ വന്ന് അപകടം ഉണ്ടാക്കണമെന്ന് നമ്മൾ തുടങ്ങിയതാണോ? അല്ല, സംഭവിച്ചു പോയി. സാറേ, നിങ്ങൾ മണർകാട് പള്ളിയിലെ ഒരു അംഗമാണ് വീണിരുന്നെങ്കിൽ നിങ്ങൾ ഇതല്ല ഇതിന്റെ അങ്ങാപ്പുറം ചെയ്തു കൊടുത്തേനെ. നിങ്ങൾ ചെയ്തു കൊടുത്തേനെ. ഇടവക്കാരന്നേരം ബഹളം വെക്കും. നിങ്ങളത് ചെയ്തു കൊടുത്തേനെ. ഞങ്ങൾ ഇടവക്കാരല്ലാത്തതുകൊണ്ടും പുറമ്പോക്കുകാരായതുകൊണ്ടും ആണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഉറപ്പാണ്. മണർകാട് പള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇതിന്റെ അപ്പുറം ചെയ്തു കൊടുക്കും. അതെ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഞങ്ങള് നിറവോ വർണ്ണവോ ചോരയുടെ സാറേ, നിറവും വർണ്ണവും ഒന്നും നോക്കിയില്ലല്ലോ. നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഞാൻ എന്റെ ഭാഷ പറയുകയാണെങ്കിൽ എന്നാ ശരിക്കും ആശുപത്രി ആയതുകൊണ്ടാണ് നമ്മളെ പറ്റ കൂമ്പിക്കുകയായിരുന്നു. പറഞ്ഞ വാക്ക് ഞങ്ങൾ ആരും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് സാറേ ഇനി ഞങ്ങൾ വിളിക്കത്തില്ല. ഇനിയും ഞങ്ങൾ വിളിക്കത്തില്ല. ഞങ്ങൾ തെണ്ടി ചോദിക്കത്തുമില്ല. ഞങ്ങൾ എവിടുന്നാണേലും വിറ്റുകൊണ്ടെന്ന് ഞങ്ങൾ പൈസ അടച്ച് ഞങ്ങൾ ചെയ്തോളാം. ഇവിടുന്ന് പൈസ പ്രൊവിഷൻ ഒന്നുമില്ല. വേണം നമുക്ക് കമ്മിറ്റി വെച്ചിട്ട് കമ്മിറ്റി പാസ്സാക്കണം. നമുക്ക് ചെയ്യാനുള്ള പ്രൊഫഷൻ ഇല്ലെങ്കിൽ സാറ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ലെറ്റർ തന്നിട്ടും ചെയ്യണ്ട. ഈ ഒരു ഓപ്ഷൻ ഞാൻ ഇപ്പം വിഡ്രോ ചെയ്ത് ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് നാളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ന്യായീകരണം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു സാർ അങ്ങോട്ടൊന്ന് കേൾക്കാവോ? പറഞ്ഞോ. ഒരു പള്ളിയിലെ ട്രസ്റ്റ് സാറാണ് സാർ ഇതുപോലെ ചെയ്യുവോ? എന്തോ? ഒരു പള്ളിയിലെ ട്രസ്റ്റ് സാറാണ്.
സാറ് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? സാറ് തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ട്രസ്റ്റിമാർ ഇവിടെ വന്ന് എന്തിനു പറഞ്ഞു? 2 ടെസ്റ്റുമാരല്ല, ഞങ്ങൾ 4 ടെസ്റ്റ് യാതൊരു കാര്യമില്ല. അല്ല, പിന്നെന്തിനാ നിങ്ങൾ PR എടുക്കാൻ ഞങ്ങളെ നിർത്തി ഞങ്ങളെ കളിപ്പിക്കല്ലായിരുന്നോ ശരിക്കും? അന്നേരം ഞങ്ങളെല്ലാ ട്രീറ്റ്മെന്റും നിങ്ങൾ ചെയ്തു, എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ PR എടുക്കാൻ പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ PR പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് വേണം ചെയ്തോളാം നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ 2 പേര് കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ മണർകാടിലെ ടെസ്റ്റുമാരാണെന്നും പറഞ്ഞ് PR നിങ്ങൾ പറഞ്ഞത്. ഫോൺ നമ്പറും കൊടുത്തിട്ട് പോയത് നിങ്ങളാണ്. പിടിച്ചവിടുത്തെ മുറുക്കി നിൽക്കാതെ നമ്മൾ പറഞ്ഞ സാധനം ചെയ്തു നോക്കി. സിറ്റുവേഷന്റെ ഇടയ്ക്ക് ഒരു ഗോൾ അടിച്ച് സെൽഫ് ഗോൾ അടിച്ചിട്ട് പോയി. ഓക്കെ, ശരി സാറേ, ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് ഒന്നും പറയാനില്ല. നമുക്ക് പറയാതെ നമ്മൾ പറഞ്ഞു അവാസ് ഇരിക്കില്ല. ഓക്കെ, ഇത്രയും കേട്ടാൽ മതി. ഞങ്ങളുടെ കമ്മിറ്റിക്കാർ തീരുമാനിക്കട്ടെ. ഇതിനൊരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി തീരുമാനിക്കട്ടെ അങ്ങനെ പല പണം കൊടുക്കണം. അതെ, എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് എമർജൻസി ആയിട്ട് ഒരു തീരുമാനം എടുക്കാം സാറേ. അതായത് ഇത് നടത്തുന്ന പള്ളിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് സാറ് പറയരുത്. ലിറ്റുവച്ചൻ കൺവീനറായിട്ടുള്ള ഈ ഒരു പരിപാടി അവിടെ പള്ളി നടത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് പള്ളിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. ഒരു ഓപ്പറേറ്ററുടെ തലയിലോട്ട് മാത്രം വെച്ച് അവർ പൈസ തരുന്നെങ്കിൽ എടുത്തോളാം എന്നുള്ള അത് നിങ്ങൾ മര്യാദയല്ല. നമ്മുടെ പറഞ്ഞിട്ടാണ് അവർ വേണ്ടി പൈസ സാധനം അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. സാറേ, എന്തിനാ പൈസ അവരടയ്ക്കുന്നത്? ഇപ്പോഴും അവർ ചെയ്യുന്ന ഇൻഷുറൻസിൽ നിന്ന് പേയ്മെന്റ് എടുത്തിട്ട് അവരടച്ച കാശൂടെ തിരിച്ച് വിഡ്രോ ചെയ്യാനിരിക്കുന്നിടത്ത് എന്തോത്തിനാ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്തോണ്ട് തന്നെയല്ലോ, ഞങ്ങൾ ഇത് പോയനല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ പൈസ മുടക്കിയിട്ട് ഇൻഷുറൻസ് കിട്ടണമെന്ന് ഞാൻ അവർ സമ്മതിക്കുമോ? എന്തോ പൈസ അവരെ മുടക്കി ഇൻഷുറൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇൻഷുറൻസ് എമൗണ്ട് എന്ന് കിട്ടുന്ന പറഞ്ഞാൽ അവര് ബില്ല് അടച്ചതിനാണെന്നുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യാമല്ലോ. അവർക്ക് കേസ് കോടതി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഇത്ര മുടക്കിയിട്ടുണ്ടെന്നുള്ളത്. സാറിങ്ങനെ റെഡി ആയി എനിക്ക് ചെയ്യാൻ പറ്റും. ശരിയാണോ സാറേ? ഞാൻ പറയുന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ. നമ്മുടെ മണർകാട് പള്ളി വെച്ച് നടന്ന അപകടം നടക്കുന്ന സമയം തൊട്ട് ഈ ട്രീറ്റ്മെന്റ് കാര്യത്തിലെല്ലാം ജോലി മുഴുവൻ അവധിയെടുത്ത് ആ ടിനുവിൻ്റെ ഒപ്പം നിന്ന് പരിചരണം എല്ലാം കൊടുത്ത് ടിനുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ അപകടം നടന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്നും കൂടെ നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ പള്ളിയിൽ എന്നാ ആ സമയത്ത് ചെന്നത്? ഞങ്ങൾ ഈ മെയ് മാസം 4-ാം തീയതി വൈകുന്നേരം ഒരു 7 മണിയോടെ മറകാട്ട് പള്ളിയിൽ ഒന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ മറകാട്ട് പള്ളിയിൽ പോയി. അവിടെ ചെന്ന് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. അപ്പോഴാണ് ഇവിടെ ഈ കാർണിവൽ നടക്കുന്നത്. അന്നേരം സ്വാഭാവികമായിട്ട് പിള്ളേർ 2 പേരുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അവർക്കത് റൈഡേ കയറണമെന്ന് പറഞ്ഞു. ഞാനതിൽ 2 റൈഡേ കയറി, ചെറിയ 2 റൈഡേ കയറിയപ്പോഴാണ് ഈ ജെയിന്റ് വീൽ കറങ്ങുന്നുണ്ട്. ഓക്കെ, അത് കറങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടപ്പം 2 കയറിയതിന് ശേഷം ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതിനും ടിക്കറ്റ് എടുത്തു. ഒരു 100 രൂപ ടിക്കറ്റ് ആയിരുന്നു പറഞ്ഞത്. 2 പേർക്ക്, അമ്മയ്ക്കും മോൾക്കുള്ള ടിക്കറ്റ്, അതായത് വൈഫിനും എൻ്റെ മോൾക്കുള്ള ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അവരത് കയറി ഇതൊരു 4 വട്ടം കറങ്ങി എല്ലാം കഴിഞ്ഞ ശേഷം ഞാനിതെല്ലാം കാണുന്നുണ്ട്. താഴെ നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം ഒരു 50 മീറ്റർ അകലെയാണ് നമ്മൾ മാറുന്നത്. 50 മീറ്റർ താഴെ ഉള്ളൂ നമ്മൾ മാറുന്നുണ്ട്. ഒരു 30 മീറ്റർ മാക്സിമം ഉള്ളൂ. നമ്മളത് കാണുന്നുണ്ട്. ഇവരെല്ലാം കഴിഞ്ഞു. മോള് താഴെ ഇറങ്ങി വന്നു, അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ചിരിച്ച് കൈ കാണിക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നത് വിതിൻ സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. വിതിൻ സെക്കൻഡിൽ അവളെ മോളിറങ്ങി വന്ന് താഴോട്ടിറങ്ങി വന്നു. ഓരോരുത്തർ 1 by 1 ഇറക്കി വിടുന്നത്. അപ്പോൾ മോളിറങ്ങി വന്നു വെച്ച് പിന്നെ കൈ കൊണ്ട് കാണിക്കുകയാണ്. അതായത് അപ്പാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ, ഇതിന്റെ എക്സൈറ്റ്മെന്റ് പുള്ളിക്കാരി ഹാപ്പി മൂഡിൽ പറയുന്നതാണ്. പക്ഷെ അവൾ അമ്മ എന്ന് വിളിച്ച് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇവള് വീഴുന്നത്, വൈഫ് വീഴുന്നത് ഓൾറെഡി കൊച്ചു കണ്ടിട്ടാണ് പെട്ടെന്ന് താഴെ ഇറങ്ങി വരുന്നത്. വന്നിട്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പം വൈഫ് കമ്മുന്ന അവിടെ കിടപ്പുണ്ട്. അല്ല, ഈ കൊച്ചു ഇതിന് ഇറങ്ങുന്ന അന്നേരം ഇത് വീണ്ടും കറങ്ങി. അത് പറയാം, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് മോളിറങ്ങി. അപ്പം ഇതിനകത്ത് 2 ജെയിന്റ് വീലിന്റെ 2 കൊട്ടകളാണ് അറ്റ് പ്രസന്റ് ഒരേ സമയത്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്, പ്ലാറ്റ്ഫോമിൽ കൊണ്ട് വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ഫാമിലി ആണെന്ന്, ഒരു ഹസ്ബൻഡ് വൈഫാണെന്ന് തോന്നുന്നു, 2 പേര് അതിലുണ്ടായിരുന്നു. ഇതിലുള്ളത് മോളും വൈഫും ഉണ്ടായിരുന്നു. അപ്പം ആ ഫാമിലി ഇറങ്ങിയപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ഇവരുടെ കൂടെ നിന്ന ആളും ഉണ്ട്. മോളെ ഇറക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതിന്റെ ഓപ്പറേറ്റർ ഇത് കാണുന്നില്ല. എന്നാൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേറൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം വൈഫ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഓപ്പറേറ്റർ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഇത് നേരെ മേലോട്ട് പോകുന്നത്. ഏകദേശം 25 പൊക്കത്തിൽ നിന്നാണ് നേരെ താഴോട്ട് തറയിലോട്ട് വീഴുന്നത്. അതിൽ മൂലം സംഭവിച്ച പോലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കകത്ത് 5 സ്ഥലത്ത് ബ്ലീഡിങ് വന്നു. അത് ഒരു ബ്ലീഡിങ്, ഒരെണ്ണത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 9 mm ആയിരുന്നു, ഏറ്റവും വലുത്. പിന്നെ 2 കൈക്ക് 2 ഫ്രാക്ചർ. അബ്ഡോമിനിൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും, അതായത് നമ്മുടെ വൻകുടല് ചതഞ്ഞിട്ട് അവിടെ ബ്ലീഡിങ്. അവിടെ അതിന്റെ കോട്ടറൈസ് ചെയ്ത ഡോക്ടർ 2 ലിറ്റർ ബ്ലഡ് വയറ്റിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അതിപ്പോഴും നമുക്കറിയാൻ പറ്റും. അത് ഇനി പോകണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറയുന്നത്, ഈ ആൾ വീണതിന് ശേഷം അവിടെ ആംബുലൻസ് സർവീസ് ഇല്ല, മെഡിക്കൽ ടീമില്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്
പഞ്ചായത്തിന് അനുമതി, മെഡിക്കൽ ടീം, ആംബുലൻസ് സർവീസ്, ഈ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതിന് ശേഷം ഏകദേശം 8-10 മിനിറ്റ് ശേഷമാണ് ആരോ വിളിച്ചിട്ട് ഒരു ആംബുലൻസ് അവിടെ എത്തുന്നത്. ഓക്കെ, അത്രയും സമയം ഈ ആള് തറയിൽ കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഇയാളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നേരത്തെ ഇതിൽ ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞ് ഇത്രയും പേരും പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ ചെല്ല് പറയുന്നുണ്ട് വീണ വഴിക്ക് ഫ്രാക്ചർ ഉണ്ടാവാം. പക്ഷെ ആ ഒരു ഷിഫ്റ്റിങ്ങിലൊക്കെ ഫ്രാക്ചറൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടത്തെ കൈയുടെ എല്ല് പൊട്ടിയിട്ട് 2 ആയിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു ഞരമ്പ് കയറിയിട്ട് കൈക്ക് ഇതില്ല, എന്താ പറയാ, സെൻസേഷൻ ഇല്ല, സെൻസേഷൻ പോലും ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പം പേഷ്യന്റ് ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ആംബുലൻസ് വിത്ത് ട്രോളി വന്നതിന് ശേഷം മാത്രമേ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അതൊരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ആംബുലൻസ് വന്നു. പിന്നെ ആംബുലൻസ് ഡ്രൈവർ, എനിക്ക് പറയാം, ആംബുലൻസ് ഡ്രൈവർ എത്ര മിനിറ്റ്സിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിന് മുമ്പ് മറകാട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്തു ആംബുലൻസിന്റെ ഡോറ്, ബാക്ക് ഡോർ. അപ്പോൾ പറഞ്ഞത് ഫോൾ ആയതുകൊണ്ട് ഇവിടെ എടുക്കത്തില്ല, നിങ്ങൾ മറകാട്ട് നിന്ന് ഒന്നെങ്കിൽ കാരിത്താസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ ബെറ്റർ അത് കാരിത്താസിലേക്കാണെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. വേറെ ഒന്നുകൊണ്ടുമല്ല, അവിടെ ചെന്നാൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവിടുത്തെ തിരക്കും കാര്യങ്ങളും. പിന്നെ ഇവിടെ കാരിത്താസിൽ ചെന്നു, നമ്മൾ വിത്തിൻ മിനിറ്റിൽ പേഷ്യന്റ് GCS 2 ആയിരുന്നു, 5 വേണ്ടി സ്ഥാനത്ത് 2 ഉള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ അവർ പറഞ്ഞത് നമ്മുടെ അടുത്ത് വേറെ പേഷ്യന്റിനെ വെന്റിലേറ്ററിലേക്ക് ആക്കുക എന്നുള്ളതാണ്. വെന്റിലേറ്ററിലേക്ക് ആക്കി പിന്നീട് CT സ്കാനിങ് എല്ലാ കാര്യങ്ങളും ചെയ്തു, എക്സ്റേ എല്ലാം ചെയ്തു. പിന്നീട് പേഷ്യന്റിനെ ന്യൂറോ ക്രിട്ടിക്കൽ കെയർ ICUലേക്ക് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്തു. പേഷ്യന്റ് ഏകദേശം 20 ദിവസം അടുത്ത് പേഷ്യന്റ് വെന്റിലേറ്റർ തന്നെയായിരുന്നു. കണ്ണ് തുറക്കുകയോ ഒന്നുമില്ല. നമ്മൾ കയറി കാണുന്നുണ്ട്, ഡെയിലി 2 പ്രാവശ്യം നമ്മൾ കയറി കാണുന്നുണ്ട്. ഒരു റെസ്പോൺസും ഇല്ലാതെ പേഷ്യന്റ് കിടക്കുകയാണ്. പിന്നീട് അവിടുന്ന് റൂമിലേക്ക് മാറ്റിയ ശേഷമാണ് കണ്ണുപോലും തുറന്ന് നമ്മൾ കാണുന്നത് പോലും. ഓക്കെ, പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇപ്പം നിലവിൽ ഈ മൂത്ത കുട്ടിക്ക് ഇപ്പോഴും ആ ഒരു വീണ ഇതിൽ നിന്ന് ഇപ്പോഴും ആള് മുക്തയായിട്ടില്ല. ആളുകൾ ഇപ്പോഴും പഴയ പോലെ സംസാരിക്കുന്നില്ല, എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്നില്ല. ഒരു 4-5 ദിവസത്തേക്ക് അതുങ്ങൾ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അവരുടെ മുമ്പിലാണ് ഈ ആള് വീഴുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ വെച്ചാൽ അമ്മയും മോളും അറ്റാച്ച്മെന്റ് വെച്ചിട്ട് ഇപ്പോഴും അവൾ ഇപ്പോഴും നോർമൽ ആ ഒരു കുഞ്ഞായിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഇത്രയും സമയത്തുള്ളിൽ നടന്നു പോയി. നമ്മൾ ജോലിക്കും പോകാതെ, ഞാൻ ജോലിക്ക് പോയില്ല. ഞാൻ എൽമസിന്റെ ജോലി പോയ സ്ഥിതിയാണ്. കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ആളുടെ കൂടെ ഒരാളില്ലാതെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. നമ്മൾ അവിടെ ഈ മിനിമം 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആളെ പിടിച്ച് നിർത്താൻ പോലും അറ്റ്ലീസ്റ്റ് പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു രീതിയിൽ 2 കൈക്ക് ഫ്രാക്ചർ, 2 കൈക്കും എൽബോ ഒക്കെ തകർന്ന് അരിപ്പണമായി പോയതാണ്. കാരണം മുട്ടുകുത്തിയായി വീണെന്ന് തോന്നുന്നു. എൽബോ ഒക്കെ അതൊക്കെ ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഇംപ്ലാന്റ് ഒന്നും നമുക്ക് ഇപ്പം എക്സസൈസോ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് ഒക്കെ ലൂസായി പോയിട്ട് പിന്നീട് അത് സ്വെല്ലിങ്, നീരൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇംപ്ലാന്റ് അത് വീണ്ടും ഒരു സർജറി ചെയ്തതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഫിസിയോതെറാപ്പി ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പം നിലവിൽ. ഇപ്പം ഈ എറണാകുളത്തിനെ മാറ്റി എന്തുകൊണ്ട് അങ്ങനെ ഒന്ന്? നമ്മുടെ കോട്ടയത്ത് ഒരു ഫിസിയോതെറാപ്പി, ന്യൂറോ ഫിസിയോതെറാപ്പി ഫെസിലിറ്റീസ് കുറവാണ്. അതുകൊണ്ട് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് വൈറ്റിലെന്ന്. അപ്പൊ ആരാ ഇപ്പൊ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെയർ ടേക്കേഴ്സിനെ. അത് ആ കെയർ ടേക്കേഴ്സിനെ നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടായിരുന്നു. അവർ 2 ദിവസത്തേക്ക് ഞാൻ അവിടെ എക്സ്ട്രാ കെയർ ടേക്കേഴ്സിനെ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അതെ. അപ്പൊ അതുകൂടാതെ ഇപ്പം ഈ ഒരു നമ്മുടെ വിഷമസ്ഥിതി നിൽക്കുമ്പോഴാണ് പള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അല്ലേ? പള്ളിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ കൺമുമ്പിലാണ് അവിടുത്തെ സുരേഷ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റി, വേറൊരു ബെന്നി എന്ന് പറഞ്ഞ വേറൊരു ട്രസ്റ്റി, ഈ 2 പേരും വേറൊരാളുണ്ടായിരുന്നു. ഇങ്ങനെ 3 പേര്, ഒരു വർഗീസ്, ഇങ്ങനെ 3 പേര് വന്നിട്ടാണ് അവരുടെ മണ്ടകാട്ടുപള്ളിയുടെ ബോർഡ് വെച്ച 3 വണ്ടികളാണ് ആ സമയം ഈ ആക്സിഡന്റ് നടന്ന്. ഇവർ പറയുന്നുണ്ട് മറകാട്ടുപള്ളിയിൽ നിന്നാണ് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ. മറകാട്ടുപള്ളി ആംബുലൻസ് ഒന്നുള്ള ഞങ്ങളാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മളാണ് ഡിസിഷൻ എടുത്ത് അങ്ങോട്ടേക്ക് പോകണമെന്നുള്ളൂ. അല്ലാതെ അവരെ അങ്ങോട്ടേക്ക് ഒന്നുമല്ല. ഇതിന് ശേഷം അവർ പിന്നീട് അറിഞ്ഞു പേഷ്യന്റിനെ കൊണ്ടുവരിക്കുന്ന കാരിത്താസിലേക്കാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരോട് വരുന്നത്. 3 വണ്ടി മറകാട്ടുപള്ളിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച 3 ഇന്നോവ അവിടെ വന്ന് ഇവർ അവിടെ സംസാരിച്ചു. ഈ പേഷ്യന്റിന് യാതൊരു വിധമായ കെയറിനും യാതൊരു കുറവുകളും ഉണ്ടാവരുത്, എല്ലാ കാര്യങ്ങളും മറകാട്ടുപള്ളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മറകാട്ടുപള്ളിയുടെ കോമ്പൗണ്ടിൽ നടന്ന സംഭവമാണ്. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് ഫൈനാൻഷ്യലായിട്ട്. ഇവർക്ക് ഒരു ബില്ലുകളും കൊടുക്കരുത് എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞ് PROയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഇവരോടൊന്ന് പോകുന്നത്. ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു വികാരി ബിറ്റുവച്ചൻ, പിന്നെ ഒരു ട്രസ്റ്റി ഇവരവിടെ വന്ന് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ 50,000 രൂപ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷായിട്ട് തന്നു. ഇത് നിങ്ങളുടെ ചെലവിന് വേണ്ടി മറ്റു കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ എല്ലാം പള്ളി നോക്കിയോളും, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് കൈ തന്നിട്ടാണ് ഈ ബിറ്റുവച്ചൻ അവിടെ നിന്ന് എൻ്റെ അടുത്തുനിന്ന് പോയത്. പിന്നെ ഈ ഡിസ്ചാർജ് ആ സമയം തൊട്ട് ഡിസ്ചാർജ് സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന് ബില്ല് അടയ്ക്കണമല്ലോ. അവരിതൊരു ബിസിനസ്സാണ്, അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളവിടെ പോയി ശരിയാണ്, പക്ഷേ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവരാരും ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് പള്ളിയുടെ ഡയറക്ടർ വിളിക്കുമ്പം ഇവരുടെ ഒരാളുടെ ടെസ്റ്റുമാരുടെ മക്കളോ ഫോൺ എടുത്തിട്ട് ഇവർ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത്, അഡ്മിറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് അവരവരുടേതായ ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി അവർ മൂവ് ചെയ്യാൻ പിന്നെ ഇവിടെ ചെയ്യുന്നത്.
മണർകാട് പള്ളി അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആ കുടുംബത്തെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കെയർ ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ ആ സമയത്ത് അവരുടെ അവിടുത്തെ പേയ്മെന്റ് ബാക്കി വരുന്ന തുക അടച്ചിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമ്പം ഒരു വീട്ടുകാരൊരു സാമാന്യ ഒരു മാനുഷിക പരിഗണനയല്ലേ, അത് വെച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ അവിടെ അടച്ചിട്ട് ആ ഇൻഷുറൻസ് തുക കിട്ടുമ്പോഴത്തേന് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്നും ഒരു എഗ്രിമെന്റ് എഴുതുകയായിരുന്നെങ്കിൽ അവർ ഈ പരാതിക്കോ കാര്യത്തിനൊന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ ഒരു അവസ്ഥയെ നിൽക്കുന്ന സമയത്ത് നിങ്ങളത് കാണിച്ചില്ല എന്ന് ഓർക്കുമ്പോഴത്തേന് വലിയ സങ്കടമുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചുനാൾ മുമ്പ് നമ്മുടെ MLA ഉമാ തോമസിന് ഒരു അപകടം പറ്റിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗാലറിയിൽ നിന്ന് താഴെ വീണ് അവർക്ക് ജീവൻ തന്നെ നഷ്ടമാവുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേന് അന്ന് ആദ്യം കേസെടുത്തത് സംഘാടകർക്കെതിരെയാണ് കേസെടുത്തത്. എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ അകത്തുനിന്നും നിങ്ങൾക്ക് ആർക്കും കൈയൊഴിയാൻ പറ്റത്തില്ല. ഇതിന്റെ ആരാണോ ഇത് അവിടെ കൊണ്ടുവന്നത് അതിന്റെ സംഘാടകർ നിങ്ങളാണ്. ആ നിങ്ങൾ വേണ്ട പരിഗണന ആ കുടുംബത്തിന് കൊടുക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ഇതിന് ഈ ഒരു പരാതിയുമായിട്ട് വന്നത്.